ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ രാവിലെ ഉണ്ടാക്കി ചപ്പാത്തി വെച്ചിട്ട് വൈകിട്ടൊക്കെ ഒരു സ്നാക്കാണ്. അപ്പോൾ നമ്മൾ കൊത്തു പൊറോട്ട എന്നൊക്കെ പറയുന്ന പോലെ കുഞ്ഞ് കൊത്തു ചപ്പാത്തി. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ വയ്ക്കുക, അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞ് നമ്മളതിലേക്ക് സവാള ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു പച്ചമുളകാണ്. ഒരു വലിയ പച്ചമുളക് ചെറുതാക്കി എറിഞ്ഞിട്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക. ഇതൊന്ന് സോട്ടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു പഴുത്ത തക്കാളി നമുക്കതിലേക്ക് ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല. ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടിയിട്ട് ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. അപ്പോൾ നിങ്ങളുടെ ചിക്കൻ മസാല, മീറ്റ് മസാല, ചിക്കൻ ഏത് മസാല ആണെങ്കിലും അതിൽ ചേർത്ത് കൊടുക്കാം. ഇത് വളരെ കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം മാത്രമേ ഇത് മസാല ചേർക്കാനായിട്ട് പാടുള്ളൂ. ഇത് വലിയ മസാലക്കൊത്തൊന്നും ഇല്ലാത്തൊരു കുത്തി ചപ്പാത്തിയാണ്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2 മുട്ടയാണ് കേട്ടോ. അപ്പോൾ 2 മുട്ട അങ്ങനെ ഉടച്ചിട്ട് അതിലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു മസാലയാണ്. ഇനി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയെടുക്കുക. ഇനി നമുക്ക് ചപ്പാത്തി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചപ്പാത്തി നമ്മൾ നല്ല കുഞ്ഞു പീസാക്കിയിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇങ്ങനെ രീതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചപ്പാത്തി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അങ്ങോട്ട് മിക്സ് ആക്കുമ്പോഴത്തേനും ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊച്ചു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വൈകിട്ട് ചായയോടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പോൾ രാവിലെ ചപ്പാത്തി ഒരുപാടുണ്ട്, കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്